വിശപ്പ് അതൊരു കുറ്റമാണോ? ഒരു പിടി ചോറിനായി അല്പം പലചരക്ക് സാധനങ്ങൾക്കായി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ജീവൻ എടുത്തു കളയാൻ മാത്രമുള്ള തെറ്റാണോ? കേരളത്തിന്റെ പൊതുബോധത്തിന് നേരെ ഇന്നും ഉണങ്ങാത്ത ഒരു മുറിവായി അവശേഷിക്കുന്ന ചോദ്യമാണിത്. അട്ടപ്പാടിയിലെ കാടിന്റെ മകൻ മധു ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമായ മർദ്ദനത്തിനും ഇരയായി ആ പാവം ആദിവാസി യുവാവ് മരണത്തിന് കീഴടങ്ങിയിട്ട് 8 വർഷങ്ങൾ പിന്നിടുന്നു. ഇതാ ഇപ്പോൾ ഈ കേസിൽ അതീവ നിർണായകമായ ഒരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് പ്രതികളും സർക്കാരും നൽകിയ അപ്പീലുകളിൽ ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ അന്തിമ വിധി വന്നിരിക്കുന്നു. കേരളം ഒന്നടങ്കം കാതോർത്ത ആ വിധി വിവരങ്ങളിലേക്ക്. ഈ കേസിൽ വലിയൊരു അട്ടിമറിയും അപ്രതീക്ഷിത തിരുത്തലുമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒന്നാം പ്രതി പാക്കുളം മേച്ചേരിയിൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി പൂർണ്ണമായി വെറുതെ വിട്ടിരിക്കുന്നു. വിചാരണ കോടതി ഇയാൾക്ക് വിധിച്ചിരുന്ന 7 വർഷത്തെ കഠിന തടവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ആദ്യ സംഘത്തിൽ ഹുസൈൻ ഉണ്ടായിരുന്നില്ല എന്ന സാങ്കേതിക കാരണവും തെളിവുകളുടെ കുറവുമാണ് ഹുസൈന് തുണയായത്. എന്നാൽ വിചാരണ കോടതി ശിക്ഷിച്ച മറ്റ് 13 പ്രതികളുടെ അപ്പീലുകൾ ഹൈക്കോടതി പൂർണ്ണമായി തള്ളി. ഇവർക്ക് വിചാരണ കോടതി നൽകിയ 7 വർഷത്തെ കഠിന തടവ് ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല, കേസിൽ 3 മാസം മാത്രം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്ന 16-ാം പ്രതി മുനീറിന്റെ ശിക്ഷാ കാലാവധി കോടതി ഉയർത്തുകയും ചെയ്തു. വിചാരണ കോടതി വെറുതെ വിട്ടിരുന്ന 4-ാം പ്രതി അനീഷ്, 11-ാം പ്രതി അബ്ദുൾ കരീം എന്നിവരെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു. നമുക്കൊന്ന് പിന്നോട്ട് സഞ്ചരിക്കാം. 2018 ഫെബ്രുവരി 22 കേരള മനസാക്ഷിയെ ലജ്ജിപ്പിച്ച ആ കറുത്ത ദിവസം. അട്ടപ്പാടി ചിണ്ടക്കി ഊരിലെ മല്ലന്റെയും മല്ലിയുടെയും മകൻ, മാനസികാസ്വാസ്ഥ്യം നേരിട്ടിരുന്ന മധു എന്ന 34 വയസ്സുകാരൻ വിശപ്പടക്കാൻ കാട്ടിലെ ഒരു ഗുഹയിലായിരുന്നു താമസം. അവിടെ നിന്ന് അരിയും പലചരക്ക് സാധനങ്ങളും മോഷ്ടിച്ചു എന്നാരോപിച്ച് ഒരു കൂട്ടം ആളുകൾ കാട്ടിലേക്ക് ഇരച്ചുകയറി അവനെ പിടികൂടി. ഇരുകൈകളും ഉടുതുണി കൊണ്ട് പിന്നിലേക്ക് കൂട്ടിക്കെട്ടി. തലയിൽ ചുമടും വെച്ച് അട്ടപ്പാടിയിലെ റോഡിലൂടെ അവനെ നടത്തിച്ചു. വഴിയിലുടനീളം ക്രൂരമായ മർദ്ദനം. എനിക്ക് വിശക്കുന്നു, വെള്ളം വേണം എന്ന് ആ പാവം കെഞ്ചിയിരിക്കാം. പക്ഷേ ആൾക്കൂട്ടത്തിന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ അതൊന്നും വിലപ്പോയില്ല. ഒടുവിൽ വിവരമറിഞ്ഞ് പോലീസ് എത്തി വണ്ടിയിൽ കയറ്റുമ്പോഴേക്കും മധു പൂർണ്ണമായും തളർന്നിരുന്നു. ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ആ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. മധുവിനെ മർദ്ദിക്കുന്നതിനിടയിൽ പ്രതികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളും സെൽഫികളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. തങ്ങൾ ചെയ്ത ക്രൂരത ലോകത്തെ കാണിക്കാൻ അവർ ചെയ്ത ആ പ്രവൃത്തി തന്നെയാണ് പിന്നീട് നിയമത്തിന് മുന്നിൽ അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ഡിജിറ്റൽ തെളിവായി മാറിയത്. എന്നാൽ ഈ കേസിന്റെ വഴി അത്ര എളുപ്പമായിരുന്നില്ല. പണവും സ്വാധീനവുമുള്ള പ്രതികൾ കേസ് അട്ടിമറിക്കാൻ സർവ്വ സജ്ജീകരണങ്ങളും നടത്തി. മധുവിന്റെ അമ്മ മല്ലിയെയും സഹോദരി സരസുവിനെയും ഭീഷണിപ്പെടുത്തി. സാക്ഷികളെ സ്വാധീനിച്ചു. വിചാരണ വേളയിൽ കേരളം കണ്ടത് കൂറുമാറ്റമായിരുന്നു. ആകെ 24 പ്രോസിക്യൂഷൻ സാക്ഷികളാണ് കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി കൂറുമാറിയത്. കാഴ്ചശക്തിയില്ലാത്ത സാക്ഷി വരെ കോടതിയിൽ മൊഴിമാറ്റുന്ന നാണം കെട്ട അവസ്ഥയുണ്ടായി. ഒടുവിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ മാറ്റേണ്ടി വന്നു. 4 വർഷത്തെ പ്രതിസന്ധികൾക്കൊടുവിലാണ് കേസ് ഒരു വഴിക്ക് എത്തിയത്. പലരും കൈവിട്ടിട്ടും സാക്ഷികൾ ഒന്നടങ്കം ചതിച്ചിട്ടും മധുവിന്റെ അമ്മ മല്ലിയും സഹോദരി സരസുവും തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. അവരുടെ കണ്ണീരും നിശ്ചയദാർഢ്യവുമാണ് ഈ കേസിനെ ജീവനോടെ നിലനിർത്തിയത്. ഒടുവിൽ സംഭവം നടന്ന് 5 വർഷങ്ങൾക്ക് ശേഷം 2023 ഏപ്രിൽ 5-നാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി വിധി പ്രസ്താവിക്കുന്നത്. 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി 13 പ്രതികൾക്ക് 7 വർഷം കഠിന തടവ് വിധിച്ചു. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നായിരുന്നു മധുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. ഈ ശിക്ഷാവിധി ചോദ്യം ചെയ്താണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചതും. ഇപ്പോൾ ഒടുവിൽ 1-ാം പ്രതി ഒഴികെ മറ്റെല്ലാവരുടെയും ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നത്. അതെ, 1-ാം പ്രതി ഹുസൈൻ രക്ഷപ്പെട്ടിരിക്കാം. സാങ്കേതികതയുടെയും തെളിവുകളുടെയും ആനുകൂല്യത്തിൽ അയാൾ പുറത്തിറങ്ങുമ്പോൾ മധുവിന്റെ അമ്മയുടെ നെഞ്ചിലെ തീ ഇനിയും കെട്ടിട്ടുണ്ടാകില്ല. എങ്കിലും ആൾക്കൂട്ടനീതി നടപ്പാക്കാൻ ഇറങ്ങുന്നവർക്ക്, നിയമം കയ്യിലെടുക്കുന്നവർക്ക് ഇതൊരു ശക്തമായ മുന്നറിയിപ്പാണ്. നിങ്ങൾ എത്ര വലിയ സ്വാധീനമുള്ളവരായാലും
ഡിജിറ്റൽ തെളിവുകളുടെയും നിയമത്തിന്റെയും മുന്നിൽ ഒടുവിൽ തലകുനിക്കേണ്ടി വരും എന്ന് ഈ വിധി ഓർമ്മിപ്പിക്കുന്നു. മധു എന്ന പേര് ഇനി കേരള ചരിത്രത്തിൽ വിശപ്പിന്റെ മാത്രമല്ല, നീതിക്കായി ഒരു കുടുംബം നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ കൂടി പ്രതീകമാണ്. മധുവിന് നീതി പൂർണ്ണമായി ലഭിച്ചോ എന്ന ചോദ്യം ബാക്കിയാക്കി ഹൈക്കോടതിയുടെ ഈ നിർണായക വിധി ഇവിടെ കുറിക്കപ്പെടുന്നു. വാർത്തകൾ തുടരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായി ഞങ്ങൾ വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.